ഹലോ ഗൈസ്. ഹായ് ഗൈസ്. അപ്പോ വൈകുന്നേരമായി ഞങ്ങള് പിള്ളേരൊക്കെ ആയിട്ടൊന്ന് പാർക്കിൽ പോകാൻ വേണ്ടി പോണാണ്. പിള്ളേരായിട്ട് അതെ. അപ്പൊ ഞങ്ങളെന്ന് വെച്ച് കഴിഞ്ഞാല് ടീന വരുന്നില്ല. ടീനക്ക് ചെറിയൊരു പണിയുണ്ട്. പണിയൊന്ന് ഞാൻ കാണിച്ചു തരാം കേട്ടാ. എന്താ സംഭവം എന്നുള്ള കാണിച്ചു തരാം. അപ്പോ ഞങ്ങളൊന്ന് പുറത്തേക്ക് ഇറങ്ങാൻ വേണ്ടി പോണാണ്. അപ്പൊ ടീന എന്താ ചെയ്യണെന്നുള്ള കാണിച്ചു തരാം. ഓക്കെ. കണ്ടോ? അപ്പോ ടീനക്ക് ഫോണും നോക്കി ഇരിക്കാതിരിക്കാൻ വേണ്ടി ഞങ്ങൾ നൈസ് ഫോൺ എടുത്തിട്ടും ചെറിയൊരു ടാസ്ക്. എങ്ങനെയുണ്ട്? കൊള്ളാല്ലേ? അപ്പോ ഈ വീഡിയോ ഈ സീൻ ഇഷ്ടപ്പെട്ടവർ ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇതിനൊക്കൊന്നും പറയാനില്ലേ? എന്തുകൊണ്ടാണ് താങ്കൾ ഞങ്ങളുടെ ഒപ്പം വരാത്തത്? പറയൂ. അപ്പോ താങ്കൾ ഇവിടെ എൻജോയ്, ഞങ്ങൾ അങ്ങോട്ട് എൻജോയ് ചെയ്യാം. ഓക്കെ, ഞങ്ങൾ പോയിട്ടും വരട്ടെ. ഓക്കെ, പോടാ. അപ്പോൾ ഞാനും പിള്ളേരും കൂടെ നേരെ പാർക്കിലേക്ക് പോയി. പാർക്ക് നമ്മുടെ വീടിൻ്റെ അടുത്ത് തന്നെയാണ്. ചെറിയൊരു പാർക്കാണ്. പാർക്ക് എന്ന് ഉദ്ദേശിച്ച് കഴിഞ്ഞാൽ ഒരു പുഴയുടെ സൈഡിലാണ്. അടിപൊളി വ്യൂ ആണ്. ഇപ്പോൾ ഈ സമയത്തൊക്കെ അവിടെ തുറക്കുള്ളൂ. ഒരു വൈകുന്നേരം ടൈം ആകുമ്പോഴേ തുറക്കുള്ളൂ. അപ്പോൾ പാർക്കിൻ്റെ അകത്ത് കയറി ചെല്ലുമ്പോൾ തന്നെ കാണുന്നതാണ് ഒരു ആൽമരമാണോ എന്താണെന്നറിയില്ല. അതിൻ്റെ വേരാണ് ഈ ഇറങ്ങിയിരിക്കുന്നത്. സൂപ്പറല്ലേ കാണാനായിട്ട്. ഫോട്ടോയിലൊക്കെ കാണുമ്പോൾ വേറൊരു ലുക്ക് തന്നെ തോന്നുന്നു നമുക്ക്. ഇവിടെ നിന്ന് ഈ കാണുന്ന വേരിൻ്റെത് ഏത് മരമാണെന്നൊന്നും കറക്റ്റ് അറിയില്ല. ആലെന്ന് ഞാൻ പറഞ്ഞാൽ നിങ്ങൾക്കറിയാമെന്നാണെങ്കിൽ നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യുക. അപ്പോൾ മോനും മോളും മറ്റേ ജിമ്മൊക്കെ ചെയ്യില്ല, ഓപ്പൺ ജിമ്മുണ്ടല്ലോ, അവിടെ കളിച്ചിട്ടിരിക്കണം. ഈ കാണാൻ ഞാൻ പറഞ്ഞ പുഴയുടെ സൈഡെന്ന് പറഞ്ഞത്. ഇവിടെ നോക്കിയാൽ കാണുന്ന ഈ ഒരു സ്ഥലം നിങ്ങൾക്ക് ആരെങ്കിലും മനസ്സിലായെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക. ഏതാ സ്ഥലം എന്നുള്ളത്. അടിപൊളി സ്ഥലമാണ്. നല്ല കാറ്റൊക്കെ കൊണ്ടുവന്നിരിക്കാൻ പറ്റിയ, ചിൽ ചെയ്യാൻ പറ്റിയൊരു സ്ഥലമാണ്. ഈ പാലം കണ്ടാൽ ചിലപ്പോൾ മിക്കവാറും ഓർമ്മ വരുമെന്ന് തോന്നുന്നു ഏതാ സ്ഥലം എന്നുള്ളത്. അപ്പോൾ മനസ്സിലായെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്തേരും. അപ്പോൾ ഇവിടുത്തെ കാഴ്ച ഇത് കഴിഞ്ഞ് നേരെ ഞങ്ങൾ പോയത് ഞങ്ങളുടെ വീടിൻ്റെ സൈഡിൽ തന്നെയുള്ള കുതിരക്കൂർക്കരി എന്ന് പറഞ്ഞിട്ടൊരു സ്ഥലമുണ്ട്. ഈ സ്ഥലത്തിൻ്റെ വീഡിയോ ഒക്കെ ഞാൻ നേരത്തെ ഞങ്ങളുള്ളൊരു വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്, ഈ സ്ഥലമൊക്കെ. അപ്പോൾ ഇവിടെ അത്യാവശ്യം ചൂണ്ടയിടലും അങ്ങനെയുള്ള പരിപാടിയൊക്കെ ആയിട്ടൊക്കെയാണ് വൈകുന്നേരം. പിന്നെ കയാക്കിങ് ഉണ്ട് കേട്ടോ ഇവിടെ. കയാക്കിങ്ങിന് ചെയ്യാൻ വരണം താല്പര്യമുള്ളവർക്ക് ഇവിടെ നിന്ന് കയാക്കിങ് ഒക്കെ നടത്താം. അടിപൊളിയാണ്. അത്യാവശ്യം ചെറിയ രീതിയിലൊക്കെ സൺസെറ്റൊക്കെ കണ്ടിരിക്കാം. പിന്നെ ചൂണ്ടിടാൻ താല്പര്യമുള്ളവർക്ക് ചൂണ്ടിടാം. പിന്നെ മീൻ പിടിക്കുന്ന ആൾക്കാർ കണ്ടുകൊണ്ടിരിക്കണമെങ്കിൽ കണ്ടുകൊണ്ടിരിക്കാം. ഇവിടെ വന്നേക്കുന്ന ആൾക്കാരുടെ വണ്ടിയാണ് സൈഡിലൊക്കെ പാർക്ക് ചെയ്തിരിക്കണം. അത്യാവശ്യം നല്ല തിരക്കുണ്ട് വൈകുന്നേരം ടൈമൊക്കെ ആകുമ്പോഴത്തേനും. കണ്ടോ, ഇതാണ് മറ്റേ കൂട് കൃഷി എന്നൊക്കെ പറയില്ലേ, കരിമീനൊക്കെ വളർത്തൂലേ, അതിൻ്റെ സെറ്റപ്പാണ്. കണ്ടോ, ഒരുപാട് ടീം വന്നിട്ട് ഇവിടെ ചൂണ്ടിടുന്നുണ്ട്. അറിയാൻ പാടാത്ത കാരണം ഞങ്ങൾ അവർ ചൂണ്ടിടുന്നത് നോക്കി. അപ്പോൾ ഞങ്ങൾ പിള്ളേരൊക്കെ ആയിട്ട് പുറത്ത് പോയിട്ട് വന്ന് കയറിയിട്ട് അത് ചെറിയ ചായ കുടിക്കാനുള്ള പരിപാടിയാണ്. അപ്പോൾ ടീനയുടെ വക ഒരു എഗ് കൊണ്ട് ഒരു ഷവർമ ഉണ്ടാക്കിയിട്ടുണ്ട്. പിന്നെ ഫ്രൂട്ട് സാലഡ്. പിള്ളേർ അതിനുവേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ ടീന ഞങ്ങൾക്ക് റെഡിയാക്കി കൊണ്ടുവന്ന് വന്നു കേട്ടാ. അപ്പോൾ ഞങ്ങളുടെ വൈകുന്നേരത്തെ സ്നാക്സ് ഇതാണ്, ഈവനിങ് സ്നാക്സ്. അപ്പൊ എല്ലാ വീഡിയോയിലും ഞങ്ങളിങ്ങനെ ഓരോ സ്നാക്സ് വെച്ചാൽ നിർത്തണ വീഡിയോ ഉണ്ടോ. പുഡിങ് വീഡിയോ ഒക്കെ നമ്മുടെ ചാനലിൽ നേരത്തെ ഇട്ടിട്ടുണ്ട്. എഗ് ഷവർമ. ഓക്കെ,